കൊട്ടിയൂർ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വലിയ തോതിൽ കൃഷി നശിപ്പിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ടപ്പനം ഭവാനിക്കുന്നിലാണ് കാട്ടാന കൃഷിനാശം ഉണ്ടാക്കിയത്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ടപ്പനം ഭവാനിക്കുന്നിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. കണ്ടപ്പനം സ്വദേശിയായ തട്ടാപ്പറമ്പിൽ സ്റ്റീഫന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന എത്തിയത്. തെങ്ങ്, വാഴ, പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ മേഖലയിൽ കയറിയ കാട്ടാന പുലർച്ചെയാണ് തിരികെ കാട്ടിലേക്ക് പോയത്. ഇത് വെളുപ്പാൻ കാലത്തായിട്ടാണ് ആന വന്നത്. ഞങ്ങൾ വെളുപ്പിന് ഏൽക്കുമ്പോഴാണ് അറിയുന്നത് ആന പറമ്പിൽ കയറി അത്ര നശിപ്പിച്ചു എന്നുള്ളത് അറിയുന്നത്. ഇതിനു മുന്നോ ഇങ്ങനെ തെങ്ങും തൈകളും വാഴകളും എല്ലാം കുറേ നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അന്നും നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഇതുകൊണ്ട് തന്നെ തെങ്ങും വാഴകളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രാത്രിയിൽ പട്രോളിംഗ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചതായും തൂക്കുവേലി സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു കാര്യവേലിൽ പറഞ്ഞു. എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഫോറസ്റ്ററെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാത്രിയിൽ പെട്രോളിംഗ് ശക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തോക്ക് അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും വെളുപ്പാൻ കാലത്തും പെട്രോളിംഗ് ശക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെൻസിങ്ങിന് ചാർജ് ബൂസ്റ്റ് ചെയ്തിട്ട് ഉള്ള സംവിധാനം ഇവിടെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം നശിപ്പിച്ച് കളഞ്ഞ ഫെൻസിങ് ഇന്നിപ്പോൾ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ കാലയിൽ ചവിട്ടി ഫെൻസിങ് മറിച്ചതിന് ശേഷമാണ് ആന കടന്നു പോരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളവരിന്ന് അറിയിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. വനംവകുപ്പിന്റെ ഫെൻസിംഗ് കാര്യക്ഷമമല്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.